ആരോഗ്യമന്ത്രി ചെയർമാനായ സൊസൈറ്റിയിൽ വൻ അഴിമതി. ചേച്ചി കേട്ടായിരുന്നോ? കേട്ടു. കേരള സൊസൈറ്റി ഫോർ റിസർച്ച് അങ്ങനെ എന്തൊക്കെയല്ലേ അതിൻ്റെ പേര്. അപ്പോൾ എന്ത് റിസർച്ചാണ് നടക്കണതെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ നമുക്ക് തോന്നുമല്ലോ റിസർച്ച്. കാരണം പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാരാണെങ്കിൽ പോലും അവരെയൊക്കെ ഇഷ്ടമൊരു വിഷയത്തിൽ PhD ഒക്കെ ചെയ്ത് റിസർച്ചൊക്കെ ചെയ്യും. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് എന്താണ് PhD ചെയ്യണമെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ആരുമില്ല. എത്രയോ ജീവനക്കാർക്ക് 2 വർഷമായിട്ട് 50 ലക്ഷം രൂപയോളം അവർ ഇതായിട്ട് കൊടുത്തു, സാലറി ആയിട്ട് കൊടുത്തു. എന്ത് കണക്ക് ചോദിച്ചാലും ഒന്നും കൊടുക്കുന്നില്ല. ഇവരാണ് ഇതിൻ്റെ ചെയർമാൻ, ആരോഗ്യമന്ത്രിയാണ് ചെയർമാൻ. അപ്പോൾ ഓഡിറ്റിംഗ് വിഭാഗം സർക്കാരിൻ്റെ തന്നെ, കേരള സർക്കാരിൻ്റെ തന്നെ ഓഡിറ്റിംഗ് വിഭാഗം ചോദിച്ചപ്പോൾ 2 വർഷമായിട്ട് ഒരു കണക്കും കൊടുക്കുന്നില്ലാത്ത കാരണം 4.4 കോടി രൂപയോളം ഇനി ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ തടഞ്ഞു വെച്ചു. ഇവിടെ നടക്കുന്ന ഓരോ സൈഫണിങ് എന്ന് തന്നെ പറയണം. ഗവൺമെൻറ് ഫണ്ട്, നമ്മളുടെ പൈസ, ഗവൺമെൻറ് ഫണ്ടല്ല, നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസയാണ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിട്ട് വരുന്നത്. നമ്മളുടെ പൈസ സൈഫൺ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത ചിലവുകൾ എഴുതി കാണിച്ച് അത് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് മേടിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ കീഴിൽ നടന്നിരിക്കുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കുറേ വർഷം മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീമതി ശൈലജയായിരുന്നു നമ്മളുടെ ആരോഗ്യമന്ത്രി. അപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി വന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് അറിയാമോ ബബിത? PPT കിറ്റ്, അതായത് നീല കളറിൽ എല്ലാവരും നിൽക്കില്ല, ആ കിറ്റിന് 250 രൂപയുടെ കിറ്റിന് പറഞ്ഞിരിക്കുന്ന വില, ഓരോ വരുന്ന മെഡിസിനും കാര്യങ്ങൾക്കൊക്കെ പറയുന്ന ഓരോ തുക കേട്ടാലും നമ്മൾ സ്തംഭിച്ചു. ഇത്രയൊക്കെ വിലയുണ്ടോയെന്ന്. ഡൽഹി പോയിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ പറയുകയായിരുന്നു, കേരളവും വെസ്റ്റ് ബംഗാളും മാത്രം എന്ത് റിപ്പോർട്ട് ചോദിച്ചാലും കൊടുക്കില്ല. അപ്പോൾ ഇവിടെ കോവിഡ് മരണമേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയമാണ്. പിന്നെയാണ് കോവിഡിൽ മരിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും മരിച്ചാൽ കുട്ടികൾക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ സർവൈവിങ് സ്പൗസിന് കുറേ രൂപ കിട്ടും, ലക്ഷം രൂപ, അങ്ങനെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ആളുകൾ റിപ്പോർട്ട് ഞങ്ങൾക്ക് പൈസ എവിടെയും ചോദിക്കാൻ തുടങ്ങി. അതോടുകൂടി ഇവർക്കും മരണസംഖ്യ കാണിക്കേണ്ടി വന്നു. നമ്പർ 1 കേരളമായി മരണത്തിലും. അതുവരെ കോവിഡേ ഇല്ലാത്ത സംസ്ഥാനമായി നിന്നത് ഈ നോട്ടിഫിക്കേഷൻ, ആനുകൂല്യത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതോടെ നമ്പർ 1 ആയി ഡെത്തിൻ്റെ കാര്യത്തിലും. അവിടുത്തെ ചീഫ് സെക്രട്ടറി പറയുമായിരുന്നു, കേരളവും വെസ്റ്റ് ബംഗാളും മാത്രം ഒന്നും കൊടുക്കത്തില്ല. റിപ്പോർട്ട് കൊടുക്കാണ്ട് എങ്ങനെ പൈസ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? എത്രയും ബഹളം വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് എന്തെങ്കിലും എഴുതി കൊടുത്തൊരു കടലാസ് കൊടുക്കും. അതുപോലും കേരളത്തിൽ നിന്ന് കൊടുക്കില്ല. എന്ത് കാരണം? നാട്ടുകാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളതിൻ്റെ റിസർച്ച് പേപ്പറാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. ജനങ്ങൾക്ക് കിട്ടാനുള്ള തുക എങ്ങനെയൊക്കെ ഒഴിവാക്കാമെന്നുള്ളതിൻ്റെ റിസർച്ചാണ് നടക്കുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നു. എല്ലാ BPL കാർഡ് ഹോൾഡേഴ്സിനും ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ 4 മെമ്പേഴ്സിന് അതിൻ്റെ ആനുകൂല്യം കിട്ടും. കേരളത്തിൽ അവർ ഞങ്ങൾക്ക് വേണ്ട. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊന്നും അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. വേണ്ട എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒരു ജേർണലിസ്റ്റിക് ഇൻക്വിസിറ്റീവ്നെസ്സിൽ നമ്മളുടെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ 70,000-ഓളം രജിസ്റ്റേർഡ് ലെറ്റേഴ്സ് കൂട്ടിക്കിടക്കുകയാണ്. അത് കൊടുക്കുന്നില്ല. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? കേരളത്തിൽ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും BPL കാർഡ് ഹോൾഡേഴ്സിൻ്റെയൊക്കെ പേര് റേഷൻ കൊടുക്കുന്ന കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ. എല്ലാവർക്കും രജിസ്റ്റേർഡായിട്ട് കാർഡ് സഹിതം അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട്. കേരളത്തിന് പുറത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രാപ്രദേശിൽ, ഇനി എവിടെ വെച്ചാണെങ്കിലും ഇന്ത്യയിൽ നമുക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഞാൻ ചെന്നപ്പോൾ 10,000-ഓളം കൂടി കിടക്കുന്നു. എന്തത് ഇങ്ങനെ കിടക്കുന്നത്? അത് ഇവരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഒറ്റ മിനിറ്റ് ഞാൻ മീഡിയയ്ക്ക് ഒന്ന് അലോട്ട് ചെയ്തിട്ടെ. അപ്പോൾ അവർ വരുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ബബിത, അയ്യോ എനിക്ക് കിട്ടേണ്ടതാണോ എന്ന് ഓടിച്ചെന്ന് ബബിത തന്നെ ഒന്നും മേടിക്കത്തില്ലേ. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അല്ല, ഞങ്ങൾക്ക് ഒത്തിരി സമയം തരൂ കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞ് വരൂ. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു 68 ബാക്കിയുണ്ട്. അത് അവർ കണ്ടുപിടിക്കാൻ പറ്റാത്തത് തന്നെയായിരിക്കും. നേരത്തെ ബബിത ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ജനങ്ങളെ മറച്ചു പിടിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ ബബിത പറഞ്ഞു പ്രൈവറ്റ് ആശുപത്രികളിലൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ. കാരണം എന്താ? ഇത് 60-40 റേഷ്യോ ആണ്. 60% കേന്ദ്ര സർക്കാരിൻ്റെ, 40% കേരള സർക്കാരിൻ്റെ. കേന്ദ്ര സർക്കാർ മുഴുവൻ അയച്ചു കൊടുത്തു. 100 പേരെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ 60 പേരെ ചികിത്സിച്ച് കഴിഞ്ഞാൽ 40 പേരെ ചികിത്സിക്കാൻ പൈസ ഇല്ല. കേരള സർക്കാരിൻ്റെ വച്ചിട്ടില്ല. അത് തന്നെയാണ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് BPL ഓർ APL കാർഡ് എല്ലാവർക്കും
വന്നു. ആയുഷ്മാൻ ഭാരത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് വന്നു. അത് കേരളത്തിൽ മാത്രം നടപ്പാക്കിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർജി വഴി ഞങ്ങൾ സെൻട്രലിലേക്ക് വെച്ചിട്ടുണ്ട്. 60% വരട്ടെ, അങ്ങനെയെങ്കിലും പോകുമല്ലോ, കുറേ പേർക്കെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ പെരുമാറ്റച്ചട്ടം മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ അത് അങ്ങോട്ട് ടേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞു വന്നത് കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും റിസർച്ച് എന്താണ് നടക്കുന്നത്. ഇന്നലെ ഒരു ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടർ തന്നെയാണ്, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിന് യാതൊരു കുറവുമില്ല, ബിൽഡിങ്സ് ഒക്കെ കെട്ടി വയ്ക്കും, അതിൻ്റെ ഉള്ളിൽ ഉള്ള സൗകര്യങ്ങൾക്കാണ് പിന്നെ പൈസ ശരിക്കും വരും. മറ്റേത് ഇൻഫ്രാസ്ട്രക്ചർ ഏതെങ്കിലും CSR ഫണ്ടിലോ എന്തിലെങ്കിലുമൊക്കെ അത് കൊണ്ടുവന്ന് വയ്ക്കാം. എൻ്റെ ഡിവിഷനിലും ഒരു സ്ട്രക്ചർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. എൻ്റെ ഡിവിഷനായിരുന്ന സ്ഥലത്തോട്ടോ, ഇപ്പോൾ ഞാൻ കൗൺസിലറല്ല. 1 കോടി രൂപ ഹഡ്കോ തന്നതാണ്. നല്ലൊരു ബിൽഡിംഗ് 3000 സ്ക്വയർ ഫീറ്റിലെ അങ്കണവാടി, പൊതു ആരോഗ്യ കേന്ദ്രം, അൽസൈമേഴ്സ് ബാധിതരെ താമസിപ്പിക്കാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കറണ്ട് പോലും ഇട്ടിട്ടില്ല. സ്ട്രക്ചർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വന്നു. കറണ്ട് ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ സ്ട്രക്ചറുകളെന്ന് ഒരു മാന്യ വ്യക്തി ഒരു പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ്. ഇത് തന്നെയാണ് ഈ പറഞ്ഞ സൊസൈറ്റിയുടെയും കാര്യം. എന്ത് റിസർച്ച് നടക്കുന്നു, എത്ര റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്, എന്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു, ഒന്നിനെക്കുറിച്ചും ആർക്കും അറിയില്ല. അത് മാത്രമല്ല, ഇതിലേക്ക് വേണ്ടി മേടിക്കുന്ന ഒന്നിന്റെ രേഖകളില് ഉപകരണങ്ങളുടെ പർച്ചേസിംഗ് ഡീറ്റെയിൽ ഇല്ല, ബില്ലില്ല, അത് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല, ടെൻഡർ കൊടുത്തിട്ടില്ല. ഒരാളുകൾ സൊസൈറ്റിയുടെ കാര്യം അറിയാമല്ലോ. എന്ത് കമഴ്ന്ന് വീണാൽ കാൽപ്പണം എന്ന് പറഞ്ഞാൽ എന്ത് കൺസ്ട്രക്ഷൻ നടന്നാലും ഇവരൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എല്ലാ വർക്കുകളും കൊടുക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കാരണം ഡയറക്റ്റായിട്ട് ഇവർക്ക് സൈഫൺ ഔട്ട് ചെയ്യാം പൈസ. ഇവരുടെ തന്നെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അതുപോലെ തന്നെയാണ് ഈ റിസർച്ച് സ്ഥലത്തും നടക്കുന്നത്. എന്തും മേടിക്കുന്നതിനും ടെൻഡറിങ് ഇല്ല, ബില്ല് ടെൻഡറില്ലെങ്കിൽ പോട്ടെ, ബില്ല് വെച്ചാൽ നമുക്ക് നോക്കാമല്ലോ. എൻ്റെ അമ്മ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് റിട്ടയർ ചെയ്ത ആളാണ്. അമ്മ പറയും, ഒരു ഇത് ടെൻഡറിങ് നടന്നാൽ ലോവസ്റ്റ് മാത്രമല്ല, അതിനും മുകളിലുള്ള 2-3 പേരെയും കൂടെ വിളിച്ചിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ആക്കാൻ പറ്റുമോ എന്ന ഒരു ഡിസ്കഷനും കൂടെ നടത്താനായിട്ടുള്ള ഒരു വകുപ്പുണ്ട്. ഏറ്റവും ലോവസ്റ്റിന് കൊടുക്കേണ്ട, യു ക്യാൻ കോൾ ദം ഫോർ നെഗോസിയേഷൻ. ലോവസ്റ്റ് ആയിട്ടുള്ള ആളെ പോലും വിളിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മളുടെ കാശെന്ന് പറയുന്ന പോലെ ആരാൻ്റെയും കാശ്, ആരാൻ്റെ അമ്മയ്ക്ക് വട്ടം പിടിച്ചാൽ എന്താണെന്നൊരു ചൊല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ 10,000 വെറും എന്താണ് വീട്ടിൽ നിൽക്കുന്ന ആളത് വയ്ക്കും, ഞാൻ തിന്നുമെന്നും ഒരു ചൊല്ലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളുടെ കാശിട്ട് എന്തിനൊക്കെയോ ചിലവാക്കുന്നു. ഇലക്ഷനല്ലേ വന്നത്, അതിനു വേണ്ടി 2-3 കൊല്ലം മുമ്പ് ഇവരൊക്കെ പൈസ ആർജിച്ചു വയ്ക്കാൻ തുടങ്ങും. എത്ര കോടി രൂപയാണ് ചിലവാക്കേണ്ടതെന്ന് ഇവർക്ക് തന്നെ അറിയാമല്ലോ. അതിനുള്ളൊരു അവരുടെ ഒരു ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ നടത്തിയിരുന്നതാണെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന് തുറന്ന് പറയുകയാണെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മളുടെ മന്ത്രി, ഇലക്ട്രിസിറ്റി മന്ത്രി വന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പവർ കട്ടിലായിട്ടിരിക്കും, ബബിത എന്തിലാണ് കുക്ക് ചെയ്യണേ. ഇപ്പോൾ ഇതിനൊക്കെ ഗ്യാസ് കിട്ടില്ല എന്ന് പേരുള്ളതുകൊണ്ട് എല്ലാവരും ഇലക്ട്രിക് സ്റ്റൗവിലൊക്കെ ആക്കുന്നു. പിന്നെ ആളുകൾ ഓവർനൈറ്റ് കാറ് ഇലക്ട്രിക് പോയിന്റിലിടുന്നു. ഇത് നേരത്തെ ഇട്ടിരുന്നതല്ലേ. എനിക്കും ഒരു EV കാറുള്ളതാണ്. അത് സ്ലോ ആയിട്ട് ചാർജ് ചെയ്ത് പോകുന്നുള്ളൂ. പുറത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അരമണിക്കൂറിൽ, പുറത്തുള്ള ഫീഡേഴ്സ് വയ്ക്കുമ്പോൾ അരമണിക്കൂർ. നമ്മുടെ വീട്ടിലത് സ്ലോ ആയിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കണം, ജനങ്ങൾക്ക് എങ്ങനെ ഒരു സ്വൈര്യ ജീവിതം ഉറപ്പാക്കണമെന്ന് ആർക്കും ഒരു താല്പര്യമില്ല. ഇന്ന് രാവിലെ പഴയ ഏതൊരു വീഡിയോ നോക്കുന്നതിനിടയിൽ പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് വന്നേക്കാണ്. പിന്നെ നമ്മുടെ രാജൻ മന്ത്രി പറയാ, വയനാട്ടിൽ സീലിങ്ങിൽ കണ്ടത് പെൻസിൽ മാർക്ക് തന്നെയായിരുന്നു എന്ന്. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? എന്ത് തോന്നിയാസവും കാണിച്ച് നമ്മളുടെ പൈസയാണ് ആ വീടെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ അവർ ലേലം വിളിക്കുക. കോൺഗ്രസ് എത്ര പണിത് കൊടുത്തു, മുസ്ലിം ലീഗുകാർ പണിതതിന് 50 കഴിഞ്ഞു, അങ്ങനെയൊക്കെ ലേലം വിളിക്കുന്നത് കോൺഗ്രസ് പണിയേണ്ടതാണോ, മുസ്ലിം ലീഗ് പണിയേണ്ടോ? അത് പണിയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു നന്മ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് അല്ലേ പണിത് കൊടുക്കുന്നത്. ഗവൺമെൻറ് പണിത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കുറ്റമുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പാടില്ലേ? നമ്മളത് ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നത് കേൾക്കണോ? നമ്മളാണ് താമസിക്കുന്നത്. പിണറായി അല്ല, പിണറായിയുടെ വീട് കണ്ടിട്ടുണ്ടോ? കണ്ണൂര് വീഴുന്നല്ല രമ്യ ഹർമ്മം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? വീഡിയോയിലൊക്കെ അതെൻ്റെ എല്ലാന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടോ എന്ന് എടുത്തു ചോദിച്ചത്. വീഡിയോയിൽ കണ്ട രമ്യ ഹർമ്മം എൻ്റേതല്ല എന്ന് പിണറായി സഖാവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മകളുടെ ബാംഗ്ലൂരിലെ വീടും മകൻ്റെ പുറത്ത് താമസിക്കുന്ന വീടും ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള വീടുകളിലേക്കല്ല ഇവർ പോകുന്നത്. ഒരു ചെറിയ വാസസ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ.
അല്ലേ? അപ്പോൾ അതുപോലും വൃത്തിയായിട്ട് പണിത് കൊടുക്കാൻ പറ്റില്ല. 20 ലക്ഷം രൂപ 15 ലക്ഷം രൂപ നമ്മൾ ഇട്ടാവിട്ട സ്ഥലമാണ്. നമ്മൾ കാണുന്നതാണ് ആ വീടുകളൊക്കെ അല്ലേ. അവർ സമാധാനിക്കും, നോക്കേ ദൈവം തന്നത്, ദൈവം ഞങ്ങൾക്കൊരു ദുരിതം ഉണ്ടാക്കി, എന്തെങ്കിലും കയറിക്കിടക്കാൻ ഒരിടമായല്ലോ. കയറിക്കിടക്കാൻ ഒരിടം കൊടുക്കുമ്പോൾ അത് വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയുള്ളതിനെക്കാട്ടിലും മഴയിൽ നിന്നും വെയിലത്തു നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരിടം കൂടിയായിരിക്കണം അല്ലേ. അങ്ങനെയൊന്നുമില്ലാണ്ട് അതിൽ നിന്നും കമഴ്ന്ന് വീണാൽ കാൽപ്പണം, ഇപ്പം കാൽപ്പണം അല്ല കേട്ടോ, അതൊക്കെ മാറി, കമഴ്ന്ന് വീണാൽ ഒരു പവൻ. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വീണ ജോർജിന്റെ കാര്യത്തിലേക്ക്. വീണ ജോർജ് എന്ന് പറഞ്ഞ ഒരു മന്ത്രി എന്ന നിലയിൽ ശരിക്കും പരാജയമല്ലേ ഈ കഴിഞ്ഞ നടി എന്നുള്ള നിലയിൽ സൂപ്പറാണ്. ഇപ്പം ഇത്രയും 2 മാസങ്ങൾക്ക് ശേഷമാണ് അവർ മൊഴി നൽകിയിരിക്കുന്ന പോലീസിന്. അവർ പറയുന്ന ഉന്തും തള്ളിലും പെട്ടാണ് ഇവർക്ക് അപകടം, അത് കഴുത്തിന് വേദന ഉണ്ടായത്. വേദനയല്ല, കഴുത്ത് ഒടിഞ്ഞു സോറി ഒടിഞ്ഞു കേട്ടോ. അപ്പോഴേ ഞാൻ പിന്നെയും വീഡിയോ എടുത്ത് നോക്ക്. അവരെ തൊടുന്നത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തൊടുന്നുണ്ട്, ഒരു പുരുഷ പോലീസ് ഓഫീസർ തൊടുന്നുണ്ട് അവരെ ഇതാക്കാൻ. അവർ വളരെ അജിറ്റേറ്റഡ് ആയപ്പോൾ. അല്ലാണ്ട് ഇവരുടെ അടുത്തേക്ക് ഈ KSU പ്രവർത്തകർ ആരും തന്നെ പോയിട്ടില്ല. 5 പേരെയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അവരുടെ ഫ്യൂച്ചർ പോയി, അവരെവിടെയെങ്കിലും പഠിക്കാനിരിക്കുന്നതോ പരീക്ഷ എഴുതാനിരിക്കുന്നതോ അങ്ങനെയുള്ള അവരുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ കാര്യം, അതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണം കിട്ടി? ഇവരൊരു സ്ത്രീയല്ലേ, ഇല്ലാത്ത കാര്യം. അവരുടെ കൂടെയുള്ള സെക്യൂരിറ്റി ഓഫീസർ അവരുടെ കൂടെ നടക്കുമല്ലോ, അദ്ദേഹം പറഞ്ഞേക്കുന്നത് ആയുധം വെച്ച് ഇവരെ അവരൊരു മാധ്യമപ്രവർത്തകരുടെ ആവുമ്പോൾ കുറച്ചുകൂടി ഇവര് ഇങ്ങനെ മാധ്യമപ്രവർത്തനം അത്ര പേരെടുപ്പുള്ള തലയെടുപ്പുള്ള മാധ്യമപ്രവർത്തകയൊന്നും ആയിരുന്നില്ല. അവർക്ക് ഈ ടിക്കറ്റ് കിട്ടാൻ തന്നെ സാഹചര്യം, അവരൊരു പ്രത്യേക സമൂഹത്തിൻ്റെ പ്രതിനിധിയായിരുന്നു, അവരുടെ ഹസ്ബൻഡ് അതിൻ്റെ ഒരു വലിയ നേതാവായിരുന്നു. അങ്ങനെയാണ് അവർ CPMൻ്റെ ടിക്കറ്റ് തന്നെ കിട്ടിയിട്ട് വന്നിരിക്കുന്നത്. അല്ലാണ്ട് CPMൽ ശൈലജ ടീച്ചറെ പോലെയോ നമ്മളുടെ എന്താണ് മറ്റേ തീവ്രത ടീച്ചറുണ്ടല്ലോ, ശ്രീമതി ടീച്ചറെ പോലെയോ അല്ല, അങ്ങനെയൊന്നും അവർ കയറി വന്ന ഒരു വ്യക്തിയല്ല. അവർ ഒരു ഭർത്താവിൻ്റെ മേൽവിലാസത്തിൽ കയറി വന്നു എന്ന് മാത്രം. അപ്പോൾ അത്രയ്ക്കുള്ള പ്രതിബദ്ധത അവർക്ക് ഉണ്ടാവുകയുള്ളൂ. മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞപ്പോഴും അവരൊരു ആങ്കറായിരുന്നു. വെയിൽ കൊണ്ട് നടന്നിട്ടില്ല. വെയിൽ കൊണ്ട് നടന്നൊരു മാധ്യമപ്രവർത്തകയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവരൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചൊരു മാധ്യമപ്രവർത്തകയാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയല്ലേ അവരൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. വെയിൽ കൊള്ളാണ്ട് നല്ല ഭംഗിയുള്ള സാരിയൊക്കെ കൊടുത്ത് ആവശ്യത്തിന് അഭിനയം അറിയാം. മോണോ ആക്ടിന് യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം മേടിച്ച ആളല്ലേ. അപ്പോൾ തനിച്ച് തന്നെ അഭിനയിക്കാൻ അറിയാം. വെറുതെ ഇരിക്കുമ്പോൾ എന്താണ് ഷംസീറിക്ക അത് കൂടെ പോയപ്പോഴെന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചപ്പോഴാണ് ഇത് മുഴുവൻ ഉണ്ടായത്. പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുന്നു. അതൊരു കുഴപ്പമില്ല, ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന ആള് ഷംസീറിക്കയുടെ ആ ഫോൺ കോൾ കഴിയുന്ന ഇങ്ങനെ അങ്ങ് പിടിക്കുക കഴുത്തിൻ്റെ അടുത്തേക്ക് പോലും ആരും പോയിട്ടില്ല. ഇനി അവർ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴുത്ത് വെട്ടിയതാണോ വിലങ്ങിയതാണോ വെച്ചാൽ അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർ നേരെ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്, വളരെ ആംഗ്രി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെട്ടേണ്ടത് അവരുടെ നാവാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ തുടങ്ങിയ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇത് അഴിമതി തന്നെയാണ്. ഇറങ്ങിപ്പോകുന്ന വഴിയിൽ അത് അവിടെ ഇട്ടിട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിനെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഫയൽ ചെയ്ത് എന്താണ് കൃത്യമായിട്ട് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കേരള ജനതയ്ക്ക് അവകാശപ്പെട്ട പൈസ ആരുടെ പോക്കറ്റിലേക്ക് പോയി, ആരുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പോയി എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് ഇതിനൊരു വിശ്രമം ഉണ്ടായാൽ മതി. ശരിക്കും പറഞ്ഞാൽ വീണ ജോർജ് എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിലെ അഴിമതിക്കാരി എന്ന് തന്നെ വീണ്ടും പറയേണ്ടി വരും. അഴിമതിക്കാരി തന്നെയാണ്. എന്തുമാത്രം അഴിമതിയാണ്. യാതൊരു സത്യസന്ധതയില്ല. എന്തുണ്ടെങ്കിലും അവർ പറയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്വേഷണം പ്രഖ്യാപിക്കാനൊരു മന്ത്രി ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് അവർ ഉറക്കെ പറഞ്ഞിരിക്കുക. എൻ്റെ അന്വേഷണത്തിൻ്റെ റിസൾട്ട് ആരെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഇവരെത്രമാത്രം അന്വേഷണങ്ങൾ നടത്തി, അതിൻ്റെ എന്തെങ്കിലും റിസൾട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഒരു ഡോക്ടർ വന്ന് പറഞ്ഞല്ലോ ഓപ്പറേഷൻ ചെയ്യാൻ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. ഹാരിസ് എന്നിട്ടില്ല ഡോക്ടറുടെ പേര്. അദ്ദേഹം വന്ന് പറഞ്ഞു എന്തുണ്ടായി, അവിടെ ഉപകരണങ്ങൾ വന്നോ? അത് നമ്മൾ അറിയുന്നില്ല. ആസ് എ ജേർണലിസ്റ്റ് നമ്മൾ എപ്പോഴും പറയും അടുത്ത ന്യൂസ് വരുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അതിലേക്ക് പോകും. പക്ഷേ ആ മുമ്പിൽ നടന്ന കാര്യങ്ങൾ എന്തായി എന്ന്. പക്ഷെ നിരന്തരമായിട്ട് ആരോഗ്യവകുപ്പിൽ അഴിമതിയല്ലേ വരുന്നത്? നിരന്തരമായിട്ട് മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ. ആരോഗ്യ വകുപ്പിൽ അഴിമതി വന്നാലും അതിനെന്ത് റിസൾട്ട് വരുന്നുവെന്നും മീഡിയ പബ്ലിഷ് ചെയ്യുന്നില്ല. മീഡിയ അത് ഒതുക്കുന്നുണ്ടാവുമെന്നും കൂടെ നമുക്കിവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. വകുപ്പിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞു, പക്ഷേ അതിലെന്ത് റിസൾട്ട് വന്നു, അതിലെന്ത് നടപടി
എടുത്തു, എത്ര പേരെ അവർ പുറത്താക്കിയെങ്കിൽ, സസ്പെൻഡ് ചെയ്യോ, ഡിസ്മിസ് ചെയ്യെങ്കിൽ, എത്ര പേരെ അങ്ങനെ ചെയ്തു, അതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അതൊരു കഥ, ഒരു ഇൻസിഡൻറ്റ് പറയൂ, ബബിത പറയൂ, ഇവരെടുത്ത ആക്ഷൻ എന്താണെന്നൊരു ഇൻസിഡൻറ്റ് പറയൂ. എല്ലാത്തിനും നടപടിയെടുക്കും എന്ന് പറയുന്നല്ലാണ്ട് എന്ത് നടപടി എടുത്തു എന്ന് ഒരെണ്ണം പോലും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ 4-ാം തീയതിയോടുകൂടി അറിയാൻ പറ്റും ഇതിലൊക്കെ ഈ അഴിമതിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. നല്ലൊരു ഉപജീവന മാർഗം കൂടെ കണ്ടുപിടിച്ച് നല്ലൊരു നടിയായിട്ട് പേരെടുക്കാം. നല്ല സൗകുമാരിയുള്ള മുഖം ഉണ്ടല്ലോ, അപ്പം നല്ല നടിയായിട്ട് പേരെടുക്കാം. അവർ കാണിച്ചു തരുകയും ചെയ്താൽ മോണാക്ടിന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ. അപ്പോൾ അതിലേക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിലേക്കോ എന്തിലേക്കോ വേണമെങ്കിലും തിരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഗ്ലാമറസ് ആയിരിക്കും. എക്സ് മിനിസ്റ്റർ മാധ്യമ പ്രവർത്തകയായി ഒരു ആങ്കറായിട്ട് വന്നിരിക്കുമ്പോൾ അതിന് കുറച്ച് ഡിമാൻഡ് ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് നോക്കാം വീണയുടെ 4-ാം തീയതിക്ക് ശേഷമുള്ള കാത്തിരിക്കാം.